എന്റെ എടപ്പള്ളി പുണ്യാളച്ച, ഈ ലൂസിഫറിനെ ഒന്ന് കുടിയൊഴിപ്പിക്കാമെങ്കിൽ ഒത്ത 2 പൂവൻ കോഴിയെ നിനക്ക് ഞാൻ തന്നേക്കാവേ. എടപ്പള്ളി പുണ്യാളച്ചനാരാ? ഇവിടുത്തെ SIയോ? നീ കൊടുക്കുന്ന കോഴികളെ മേടിച്ച് വാടകക്കാരെ ഒഴിപ്പിക്കാൻ? എന്താണ് എത്ര ചിരിക്കാൻ? പുണ്യാളത്തിനോട് കളിച്ചാലേ കളി പഠിപ്പിക്കും. എടി, അത് നേരിനെറിയുള്ള കാര്യത്തിന് അല്ലാതെ നിന്റെ ഈ അവമതിക്കൊന്നും പുണ്യാളച്ച കൂട്ട് നിൽക്കില്ല. നിങ്ങൾ നോക്കിക്കോ, ഏത് പിശാചിനെ കൂട്ടുപിടിച്ചിട്ടായാലും കിക്കിലി മനസ്സിലൊന്ന് കണ്ട അത് നടത്തിയേ അടങ്ങൂ. ഓടിക്കാനും ഒഴിപ്പിക്കാനും ആണെങ്കിൽ മനക്കത്തറയിലെ കുഞ്ഞിക്കണ്ണ മന്ത്രവാദിയാണ് നല്ലത്. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. ഉപ്പൂട്ടിലെ കാർത്തിയാനിയുടെ മേത്തൂന്ന് രാഖി രാമാനം അറുവലെ ഒഴിപ്പിച്ച ആളാ. ഇത് ഞാൻ അറിയത്തില്ലയോ? നിന്നെ അല്ലാതെ വേറൊരു അറിവുലയും എനിക്കറിയത്തില്ല. ദേ, ചൊറിയുന്ന വർത്താനം പറയാനുണ്ടല്ലോ. എടി, ഈ മന്ത്രവാദമൊന്നും സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ശരിയാ കൊച്ചമ്മേ, ഈ കൂടോത്രവും മന്ത്രവാദവും ചെയ്യുമ്പോ പേടിക്കണം. അറിയാതെ വല്ല മന്ത്രവും പഴച്ചാ തിരിച്ചടിക്കും, ചിലപ്പോ വാദി പ്രതിയാകും. ഓ, അത് ഞാൻ അങ്ങ് സഹിച്ചോളാം. നീ എന്നാ അയാൾ ഇങ്ങോട്ട് വരാൻ പറ. ഒന്നോട് ആലോചിച്ചിട്ട് പോരെ? പറയുന്നത് കേട്ടാ മതി. അല്ലേലും പറയാത്ത കേൾക്കാൻ പറ്റില്ലല്ലോ. എത്രയായി? 10. എന്തൊക്കെയുണ്ട് കൊച്ചമ്മ വിശേഷങ്ങള്? ഓ, ഞങ്ങൾക്ക് എന്നാ വിശേഷമാ? ഞാൻ അല്പ തിരക്കിലായിപ്പോയി, അതാ. കുട്ടി, പ്രിയമോളുടെ അച്ഛൻ വരുന്നു. അമ്മേ, അച്ഛൻ വന്നു. അമ്മേ, അച്ഛൻ വന്നു. ആരാ അത്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? കാത്തിരിക്കുക അവള്. എന്ത് പണിയാ മോനെ നീ കാണിച്ചത്? ഷൂട്ടിങ്ങിന്റെ തിരക്കല്ലേ അമ്മേ. സിനിമാ നടന്മാരാകുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് വീട്ടിലൊക്കെ വരാൻ പറ്റുമോ? അല്ലേ ഏട്ടാ? നിന്റെ ഈ സമയം സന്ദർഭം നോക്കാതെയുള്ള തമാശ ഉണ്ടല്ലോ, അത് വേണ്ട. ഒന്നുമില്ല, അത് സോപ്പാ മോളെ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ അകത്ത് പോ. കഷ്ടം. സോറി മോളെ. പിന്നെ ഇതിന്റെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഞാൻ സോറി പറഞ്ഞല്ലോ. ഞാൻ തനിക്ക് കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത കളറാ. എന്തെങ്കിലും ഒന്ന് മിണ്ടടോ. മാച്ച് ചെയ്യിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. താൻ എന്തൊക്കെയായി പറയണേ? ഒന്നും പറയണില്ല. തൊണ്ടേ പഴുത്ത വിഴുങ്ങാന്നല്ലാതെ എന്താ ചെയ്യ? ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പറ, ഇന്ന് തന്നെ വേണ്ടെന്ന് വയ്ക്കാം. ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു? നാടകത്തിലോ സിനിമയിലോ എന്തിനു വേണേലും അഭിനയിച്ചോളൂ. ജീവിതത്തിൽ അഭിനയിക്കാതിരുന്നാ മതി. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവണില്ല. വേണ്ട പ്രസാദേട്ടാ, ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ മാറി തന്നേക്കാം. അയ്യേ, താൻ എന്തൊക്കെയാ ധരിച്ചു വെച്ചേക്കണേ? ആരെങ്കിലും എന്തെങ്കിലും പറയണായിട്ട്? ആരും പറയണ്ട. ഒരാളുടെ പെരുമാറ്റം കണ്ട മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ഇന്നും ഇങ്ങനെ കാണാൻ തുടങ്ങിയതല്ലോ. താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, സത്യം. എന്നോട് പിണങ്ങരുത് പ്ലീസ്. കരയില്ലേ അമ്മേ? മോള് വിഷമിക്കും. താൻ കണ്ണുടച്ചേ. ചെന്ന് നന്നായിട്ടൊരു ചായ എടുത്തുണ്ടോ. ചെല്ലടോ. ഇതുവരെ കാറ് പോകത്തുള്ളൂ. ഞാൻ കൊച്ചമ്മയോട് എന്ന് പറയട്ടെ. വരൂ. എന്താ TV സീരിയലിന് കഥ എഴുതാൻ വന്ന ആളാ. സ്ഥലം ഇഷ്ടപ്പെട്ട ഇവിടെ വെച്ച് തന്നെ ഷൂട്ടിംഗ് നടത്തും. അതെയോ? എങ്ങനെയുണ്ട് സ്ഥലം? ലൊക്കേഷൻ നന്നായിരിക്കുന്നു, പക്ഷെ അയൽവാസികൾ അത്ര സുഖമല്ല. എല്ലാവരും വെറും പാവങ്ങളാ. സാറിന് താമസിക്കാനുള്ള മുറിയാണ്. വരൂ. പേരെന്നാ പറഞ്ഞേ? ഉത്തമൻ.
ഞാനോ ഉത്തമ സാറേ, പരിചയമില്ലാത്തവർക്ക് ഞാൻ വീട് കൊടുക്കാറില്ല. പിന്നെ TV സിനിമാക്കാരനായതുകൊണ്ട്. പിന്നെ ഞാനും പ്രത്യേകം പറഞ്ഞിരുന്നു. അതിന്റെ അതെ, ഈ സീരിയൽ ഞങ്ങളെ കൂടെ കൊള്ളിക്കാൻ പറ്റുമോ? കൊള്ളുവോന്നറിയില്ല, നോക്കാം. അയ്യോ, അയ്യേ, നമുക്ക് മുറി നോക്കാം. അതിനുള്ളിൽ കൊള്ളിക്കും. മുകളിലാണ് മുറി. നിങ്ങൾ കയറി കണ്ടേച്ചു വാ. കൊച്ചമ്മ വരുന്നില്ലേ? എനിക്ക് ഏണി കയറാൻ വയ്യ. എന്നാ ബാ. ഞാനിവിടുന്ന് പോയി ചേർത്തെ കൊച്ചമ്മേ. നീ എങ്ങോട്ടാ? എനിക്കാണ് ഞാൻ കൊച്ചമ്മേ. പാടി ഇവിടെ ഇവിടെ വരാൻ. വന്ന് ദാ ഇതാ. എങ്ങനെയുണ്ട് എന്ത് ലൊക്കേഷൻ? ലൊക്കേഷൻ ഫിക്സ്. കഥ, സംഭാഷണം, പാട്ട്, ക്യാമറ, അഭിനയം എല്ലാം പുള്ളി ഒറ്റയ്ക്ക. അവസാനം കാണാനും പുള്ളി തന്നെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമോ? ഗൾഫിൽ ഒന്നാം തരം ജോലിയുള്ള ഒരുത്തിനാ. ലീവിന് വന്നപ്പോ തോന്നിയ കിറുക്ക. കയ്യിൽ 10 കാശ് വന്നു കഴിയുമ്പോഴേ ചിലർക്ക് അങ്ങനെയാ. അതേന്ന്. അച്ഛാ, ഒന്ന് മാധവട്ടന്റെ മോനല്ലേ? അതെ, ഇളയ പുത്രന. എന്തേ? എനിക്കൊരു ജോലിയുടെ കാര്യം ശരിയായിട്ടുണ്ട്. എവിടെയാ? ചങ്ങനാശ്ശേരിയില്ല. കൊള്ളാവുന്നൊരു പോസ്റ്റാ. എന്നും വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂടാ? ആഴ്ചയിൽ ഒരിക്കലേ വരാൻ പറ്റൂ. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. അതെന്താ? ചെറിയൊരു സെക്യൂരിറ്റി കെട്ടേണ്ടി വരും. ചെറുതെന്ന് പറഞ്ഞ ഒരു 2000. 2000? 10ഉം 10,000 കൊടുക്കാൻ ആളുണ്ട്. ഇത് പിന്നെ എന്റെ ഫ്രണ്ടിന്റെ പപ്പ റെക്കമെൻഡ് ചെയ്തോണ്ടാ. 2000 എന്ന് പറയുമ്പോ എന്ന് കൊടുക്കണം? ഇന്ന് കൊടുത്താൽ നാളെ കയറാം. ഒരു 10-500 ഒക്കെ ആണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അമ്മ വിചാരിക്കണം. ശരി, നീ വാ. എന്താ പതിവില്ലാതെ ഇത്ര നേരത്തെ? ഒരു സെക്യൂരിറ്റി പ്രശ്നമായിട്ട് വന്നാ. സെക്യൂരിറ്റിയോ? ഇവനെ ഒരു ജോലി ശരിയായിട്ടുണ്ടോ? ചങ്ങനാശ്ശേരിയില്ല. അപ്പൊ അതിന് ഇത്തിരി കാശ് കെട്ടണം. ആളെ വിശ്വാസമാകുന്നവരെ മതി, പിന്നെയും തിരിച്ചെടുക്കാം. ഇല്ലടാ? അതന്നെ. അതിന് ഞാനെന്ത് ചെയ്യാനാ? താൻ വിചാരിച്ചാ നടക്കും. നിങ്ങൾക്കറിയാത്ത എന്ത് സമ്പാദ്യം എന്റെ കയ്യിലുള്ളത്? എനിക്കറിയാവുന്നത് തന്നെയാ. എന്റെ കയ്യിലോ? ആ കൈ കേട്ടിക്ക്. അതല്ല മറ്റ്. എനിക്ക് തോന്നി. ഇത് മതിയാവോ? അഡ്ജസ്റ്റ് ചെയ്യാം. കെട്ടിക്കൊണ്ട് വന്നപ്പോ അച്ചിങ്ങ പോലിരുന്ന വരല. അല്ലെങ്കിൽ ഈയിടായിട്ട് അമ്മയ്ക്ക് ഇച്ചിരി ചീർപ്പ് കൂടുതലാ. വാങ്ങിക്കുന്ന ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. നമുക്കിത് കട്ട് ചെയ്താലോ? എന്താ? മുറിച്ചാലോ ഒന്ന്? മുറിക്കാനോ? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ പ്രാണം പോലെ കാത്തു സൂക്ഷിക്കുന്ന സാധന. മുറിക്കാതെ ഒരാമെങ്കിൽ എടുത്തു പിടിക്കടാ. എന്നെ അല്ലടാ, അവിടെ പോയി പിടിക്കടാ. അവിടെ പിടിച്ചോ. എന്താ എന്തിനാടാ അച്ഛനെ തള്ളിയിട്ടെ? തള്ളിയിട്ടോന്നോ? ഇത് കൊള്ളാം. എന്താ പറ്റി? ഒന്നുമില്ല. എടി, നിന്റെ ആ കമ്മലം തരുവോ? വേണ്ട വേണ്ട, ആകെ അതേ ഉള്ളൂ. അതും കൂടി പറിക്കണ്ട. ഏട്ടത്തി അമ്മയോട് നിനക്ക് നാണമില്ലടാ. ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞേച്ച്. അമ്മയ്ക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? ഞാനെന്താ 2ാം കെട്ടിലുള്ള ഉള്ളാണോ? ആണോ ചാ? നീ ഒന്ന് അടങ്ങടാ. എനിക്ക് നിന്നെ അത്രയ്ക്ക് അങ്ങ് വിശ്വാസവും ഇല്ല. സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ വാങ്ങിച്ചോണ്ട് പോയതൊക്കെ എവിടെ? അതൊക്കെ ഓരോ ആവശ്യമായിട്ട്. കൂട്ടുകാരുടെ കൂടെ സിറ്റി നടന്ന് പുട്ടടിക്കുമ്പോ ഓർക്കണമായിരുന്നു. നിനക്ക് എന്താണ് ഇത്ര പറഞ്ഞില്ലേ? നീ ഇനി വന്നേ പറയട്ടെ. വാ.